ഇന്ന് പോവാൻ പോകുന്നത് എന്റെ നാത്തൂനെ കാണാൻ പോവുകയാണ്. നമ്മള് മൂകാംബിക, കുടജാദ്രി, പഴശ്ശിനിക്കടവ് എല്ലാം പോയിട്ട് വന്നിട്ട് പിന്നെ അവളെ കാണാൻ പോയില്ല. അപ്പോൾ അത് കുറച്ച് പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിറയൻകീഴ് പോകാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ രണ്ടുമൂന്ന് പേരില്ല, അനിയനൊന്നും ഇല്ല. അവർ അനിയത്തിന്റെ വീട്ടിൽ പോയി. തട്ടുകടയില്ലാത്ത കാര്യം പ്രത്യേകം പറയണം. അതെ, തട്ടുകടയില്ല. ഗ്യാസിന്റെ ഇഷ്യൂ കാരണം നമ്മള് ഇന്നലെ നേരത്തെ വൈൻഡപ്പ് ചെയ്ത് തട്ടുകട ഇന്ന് തുറന്നിട്ടില്ല. അപ്പോ ഗ്യാസിന്റെ പ്രശ്നം സോൾവ് ആവുന്നത് വരെ എന്താണെന്ന് അറിയാൻ വയ്യ. എവിടെ പോയാലും കുറച്ചുകൊണ്ടിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എനിക്ക്. ഒന്ന് ഇതായിരിക്കണം. എവിടെ പോയാലും ഞം 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 ഞം. കാറും കൊണ്ട് റോഡിൽ ഇറങ്ങാൻ പറ്റൂല. ഈ ഓറഞ്ച് എവിടെ നിന്ന് എടുത്തു വന്നത്? ഞാൻ ഒരു പ്ലേറ്റ് പൊതിച്ചോറ് കഴിച്ച്. ഒരു പ്ലേറ്റ് പൊതിച്ചോറ് അച്ഛന് കഴിക്കാൻ വെച്ച ചോറ് മൊത്തം കുറച്ച് ഞാൻ മീൻ പൊച്ചതും ചോറും തിന്നേ ഉള്ളു ഗൈസ്. ഞാൻ മൊത്തം തിന്നു. പക്ഷെ അപ്പച്ചിയുടെ വീടെത്തുമ്പോ എനിക്ക് വിശപ്പ് തുടങ്ങും. അപ്പച്ചിയുടെ വീടെത്തുമ്പോ അടുത്ത വിശപ്പ് തുടങ്ങും. കാരണം അവിടെ പൊരിച്ച മീനെ കൊണ്ട് നമ്മള് വിളിച്ച് പറഞ്ഞേ, അതുകൊണ്ട് അടുത്ത വിശപ്പ് തുടങ്ങും. എനിക്ക് വിശപ്പ് തുടങ്ങും. പക്ഷെ അമ്മ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ദേഷ്യം. നിങ്ങളിങ്ങനെ വെളിയിലിട്ട് നല്ല ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് കണ്ടത് മൊത്തം വലിച്ചേർത്ത് തിന്ന് ആ ചുണ്ടിലും പുറത്തും മൊത്തം വെച്ച് തേച്ച് അപ്പൊ ദേഷ്യം വരൂലേ? അപ്പൊ വീട്ടിൽ കിടന്ന് വീട്ടിൽ കിടന്ന് ദേഷ്യം കാണും. നിന്റെയൊക്കെ വതുപ്പ് അങ്ങനെയല്ലേ? അത് കിളിമാനോട്ട് പോണ വഴിക്കാണ്. അത് എവിടെയാണ് പോണ വഴിക്ക്? ആറ്റിങ്ങലോട്ട് പോണ വഴിക്കാണ്. എവിടെയാ വലിയ ഗ്ലാസ്സിൽ കൊടുക്കുന്ന കുടിച്ച തീരാത്ത വെള്ളം ഉണ്ടെന്നാണ് അമ്മ പറയണത്. എവിടെയാണെന്ന് വെച്ചാൽ അറിയാം. റോസ് വെള്ളമാണ്. ബോഞ്ചി വെള്ളം ഇരിക്കും. അത് ബോഞ്ചി വെള്ളം. പൈപ്പാണ് തുറന്നു കൊടുക്കും. ഇവിടെ ക്ലാസ് അപ്പൊ തീരുവല്ലേ? എത്ര കുടിച്ചാലും തീരുവല്ല. വെള്ളത്തിന്റെ കാര്യമല്ലേ പറയണം. എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അത് കുറച്ച് കഴിയുമ്പോ സഞ്ജി കിടക്കണ തീരുമാനം. അല്ല, ഇൻസ്റ്റാഗ്രാമിലുള്ളത് കണ്ടതാണ് ആ വീഡിയോ. ഞാൻ കണ്ടത്. അത് മിക്കവാറും മറ്റേ എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് ആയിരിക്കും. മൊജിറ്റോ അങ്ങനെയാണോ? എന്റെ പൊന്നെ നിനക്ക് പ്രാന്തണ്ടാ. ഇവര് പറയണത് കേട്ട് നീ ചെന്ന് നിൽക്കരുത്. ഇവര് പറയണെന്ന് വെച്ചാൽ ഓസിലെ വെള്ളം, അതായത് പൈപ്പ് തുറന്നു കൊടുക്കും, ക്ലാസ്സിൽ ഇങ്ങനെ അതാണ് കുടിച്ചാൽ അതിൽ ഓഫ് ചെയ്തല്ലേ അത് തീരുള്ളൂ. അല്ല, കുടിച്ചാൽ തീരാത്ത വെള്ളം ഏതാണ് നീ എന്ന് പറഞ്ഞ? കുടിച്ചാൽ തീരാത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ എത്ര കഴിച്ചാലും അത് കുടിച്ചാൽ തീരും. അതിനൊരു പേരുണ്ടായിരുന്നു. അതിന്റെ പേരാണ് കോവാല. കുടിച്ചാലും തീരാത്തതെന്നല്ല, കുടിച്ചാലും കൊതി തീരാത്ത. അത് പിന്നെ ഷെയർ ചെയ്യണം. അപ്പൊ തന്നെ ഞാൻ ചിലതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് എന്തായാലും കാര്യം ഒരു കാര്യമില്ല. ചുമ്മാ ഞാൻ പറയണേക്ക് അമ്മാമ്മ എന്താ നമുക്ക് വേണ്ടി ഒരു വാട്ടർ മെലൺ കട്ട് ചെയ്ത് അതും അമ്മാമ്മന്റെ കൈയും മുറിഞ്ഞു വരും. മീൻസെ കണ്ട് അതും എന്തുവാ അങ്ങോട്ട് പോണ വഴിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നോക്ക്, ഇതിന് നിർത്താം. സത്യം പറഞ്ഞ വെള്ളം താഴ്ചിട്ട് വയ്യ. എനിക്ക് ഒരു സോഡ ലേമ് മാത്രം മതി. അമ്മയ്ക്ക് എന്തിനാണ്? കരിക്ക വേണ്ട. പിന്നെന്താണ്? ഷോർജ കുടിക്കാം. ഓക്കെ എല്ലാവർക്കും ഓരോ ഷോർജ എല്ലാവർക്കും ഓരോ ഗ്ലാസ് ഷോർജ എടുത്തോളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഈ ഇടത് സൈഡിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എഴുതി വെച്ചായിരിക്കും ആ പേര്, വെറൈറ്റി പേര്. ഞാൻ എന്തായാലും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തും. ഈ വെള്ളം ജ്യൂസുകളൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് വെറൈറ്റി ജ്യൂസ്. അത് കിളിമാനൂരാണോ ചിറയൻകീഴാണോ? കിളിമാനൂരല്ലേ ചിറയൻകീഴും അല്ല, നമ്മൾ ആറ്റിങ്ങിലോട്ട് പോണ വഴിക്കാണെന്നാണ്. ആലങ്കോടെന്നൊന്നും ഇല്ല ഷിനു. ആറ്റിങ്ങിലോട്ട് പോണ വഴിക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മ വെച്ചേക്കുന്നില്ല. നിങ്ങളാണ് ഉണ്ടായിരുന്നാണ്. നമ്മളിപ്പോ ആലങ്കോട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എവിടെയാണ് കേട്ടോ?
ആലങ്കോട് പാലം എത്താറായി. ആണാടിന്റെ ഇറച്ചി വെറുതെ അത് ചുമ്മാ തന്നെ പിഞ്ച് പോത്തിനാണ് ആര് പറഞ്ഞു പിഞ്ച് കാളയിറച്ചി പിഞ്ച് കാളയിറച്ചി ആ കരിക്കിന്റെ അങ്ങോട്ട് ഇൻഡിക്കേറ്റർ നിർത്തിക്കാണ്. നിങ്ങൾ അമ്മച്ചി മോണ് നിർത്തിക്കാണ്. അവരെന്താ കൊണ്ട് വിക്കട്ടെ ഇത്തി കരിക്ക് മേടിക്കാൻ. കുറച്ച് ഫ്രണ്ടിലോട്ട് നിർത്ത്. ഇല്ല ഇവിടെ തന്നെ നമ്മൾ ഇന്നാള് മേടിച്ചത്. പിന്നെ ഇവിടെ നല്ലതാ. നമ്മളത് കരിക്ക് കുടിക്കാനായിട്ട് ഇവിടെ നിർത്തി. രേവതി കൊടുക്കാനും കുറച്ച് കരിക്ക് മേടിക്കണം. വേറെ ഒന്നും അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. വെള്ളം നല്ല തന്നെയായിരുന്ന നല്ല വെള്ളമല്ലേ ഇത് ഉണക്ക കരിക്ക്. കരിക്കോടൊന്നും ആലപ്പുഴയൊന്നും ഒക്കെ കേരളപ്പുഴ ഇപ്പം തല ആർക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നോക്കിയാണ് നല്ല അടിപൊളി ലൈറ്റുകളൊക്കെയാണെന്ന് തോന്നുന്നത്. പന്തൽ കണക്ക് ഇട്ടേക്കാണ് അങ്ങ് അറ്റം വരെ. നൈറ്റ് വരുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റുള്ളൂ ഏട്ടാ. നമ്മളിപ്പോ ശാർക്കര അമ്പലത്തിന്റെ മെയിൻ വാതിലെത്തി. അടിപൊളി എല്ലാ വർഷവും അടിപൊളി ലൈറ്റും കാര്യങ്ങളും എല്ലാ വർഷവും വരുന്നതാണ് ഇവിടെ. അനിയത്തിരി വീട് ഇവിടെ നിന്ന് കുറച്ചടുത്താണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇനി ഇവിടെ നിന്ന്. 2 കിലോമീറ്റർ ഉണ്ട്. ഇത് കണ്ടോ അടിപൊളി വൈബാണ് ഏട്ടാ. ഇവിടെ ഈ ഉത്സവ സമയത്തൂടെ വരുമ്പോഴത്തേക്ക് വൈകിട്ട് എന്തായാലും പറ്റുമെങ്കിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ബാക്കി നമ്മള് എത്താറായി. ഈ ഒരു വളവൂടെ വളഞ്ഞാൽ മെത്തി സ്ഥലം മെത്തി. ഞാൻ മെത്തി എന്നാണ് പറയണത്. മത്തിയല്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ ഗേറ്റ് പറഞ്ഞത്? മൈ ഗോഡ്, നമ്മളെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇതോ ഒരു വണ്ടി കൊണ്ടിട്ടേക്കണേട്ടാ. ഡ്രൈവറിനെ കാണാനില്ല അതില്. അവിടെ എന്തോ മീറ്റിംഗ് എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. SNDP എന്താണെന്ന് അറിയാൻ വയ്യ. ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് അവിടെ. SNDP മീറ്റിംഗ് ആണ് കേട്ടോ. ടോമി ഇതാണ് ടോമി കേട്ടോ. ഹായ് സക്കിൾസ്. അവിടെ വന്ന് ഇറങ്ങിയത് SNDP മീറ്റിംഗ് കിടക്കണേ. അമ്മ ചമ്മി നാണം കെട്ടി എടുത്തെടുത്ത് മാമിയാരൊക്കെ ഇരുന്ന് നോക്ക. പ്രിയ നാത്തൂൻ കഴിച്ചോ? വേറെ വശം ഇഷ്ടം. അമ്മ പേടിച്ച് SNDP മീറ്റിംഗ് ആയിരുന്നു. അമ്മ വിചാരിച്ച് വേറെ എന്തിനാ കണ്ടില്ല. നിങ്ങളെ അമ്മച്ചി മോനും കൂടെ എന്തേടെ അവക്ക് തിന്നാൻ വാങ്ങിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തം എടുത്ത് തിന്നാണ്. അതങ്ങനെ ശരിയാവും? ഒരു അനിയുണ്ട്, അവൻ വന്നാലും നേരെ ഇതിന്റെ മൂട്ടിന്ന് മാറൂല. നല്ല ചാള കിടന്ന് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ബീട്രൂട്ട് തോരൻ, അവിയല്, മോര്, അവന് ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ഇവിടെ സ്റ്റോക്കാണ് കേട്ടാ. പിന്നെ മീൻകറിയാണോ തോന്നുന്നു. നല്ല മീൻകറി, നല്ല കറായിരിക്കുന്നു. രേവതിയുടെ മൂത്തയമ്മ കൊടുത്തുവിട്ട പൊതിച്ചു. രേവതി കുറച്ചേ കഴിച്ചുള്ളൂ. അടിപൊളി അടുപ്പിൽ വേവിച്ചിറക്കിയ നല്ല അടിപൊളി ബീഫ്. രേവതിയുടെ ശൈലമൂത്തയമ്മ ഇത് കാണണം കേട്ടാ. രേവതിക്ക് വേണ്ടി കൊടുത്തുവിട്ട പൊതിച്ചോറ്. രേവതി കുറച്ചേ കഴിച്ചോളൂ, ബാക്കി തീർന്ന് അറിയാനുണ്ടോ? സൂപ്പർ അടിപൊളി ബീഫ്.
ചോറും അവിയല് ബീട്രൂട്ട് തോരൻ ആണ്, നല്ല വറുത്തരച്ച മീൻകറി. അത് വറുത്തരച്ചല്ലേ അമ്മ ഇത്? പിന്നല്ല ഇത് വറുത്തരച്ചേടാ അമ്മ. പിന്നല്ലാതെ കറുത്ത പുളിയാണ് മന്ദൂത്തി. നല്ല പാൽ കാന്താരി മുളകും. ഇപ്പൊ മരത്തിന്ന് പറിച്ചിന്ന് ആ ചോറിന് ശരിയിടണല്ലേ? അങ്ങ് ചെല്ലുമ്പോ ഓയും. അപ്പൊ നമ്മള് റോസരി മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്, പയറ് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. ചെന്ന് കഞ്ഞിയും വെച്ച് ഒഫീഷ്യലായിട്ട് രാത്രി യാത്രയില്ല. വീഡിയോ ഓണാക്കണം. ഇതെടുക്കാം. ഇതെല്ലാം എടുത്തേ കേട്ടാ അമ്മ. എടി അതിനകത്തിരിക്കുന്ന നീ വാരിപ്പറക്കി വെച്ചിട്ട് വാരിയിട്. എന്നിട്ട് അതിനകത്തുള്ളത് നീ എടുത്തിട്ട് ബാക്കി വേണ്ടാത്തത് വേണമെന്നതും എല്ലാം മടക്കി അങ്ങ് വെച്ചു. ബാക്കിയുള്ള എല്ലാം ഇനി ഇട്. ഇത് എവിടെ വേണമെന്നത് എടുക്കാം. അത് വേണം. ഇതെടുക്കാനേ ഇതെടുക്കാനേടി ഇല്ലായിരുന്നു. തിരിച്ചു പോയപ്പോഴത്തേക്ക് 3-4 കവറൊക്കെ ഉണ്ട് കേട്ടാ. ഈ ഓട്ടോ നോക്ക്. ഒട്ടേറെ ബൾബിൽ എന്താ കുഴപ്പം? അത് ദേവി ആന ദൈവമേ കടുവ മേളയിലൊക്കെ കേറിയിട്ട് പോവായിരുന്നു. കടുവ ആന ശിവൻ ശിവൻ. ഇവിടെയാണ് പന്തൽ തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ട ഇതാണ് അടിപൊളി. ശാർക്കര ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ലൈറ്റിന്റെ ഈ ഒരു ലൈറ്റ് ഒക്കെ എല്ലാം ഒരേ കണക്കല്ലേ, ഒരേ കറക്റ്റ് ലെവലിന്. ഇതാണ് ശാർക്കര ലൈറ്റിന്റെ ഹൈലൈറ്റ് കേട്ടോ. അടിപൊളി, അങ്ങ് അറ്റം വരെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഫോണിൽ കാണുന്ന കണക്കല്ല, നേരിട്ട് കാണാൻ നല്ല അടിപൊളി. കുറച്ചുകൂടെ നല്ല കളറാണ്. അങ്ങ് അറ്റം വരെ ഉണ്ട്. അകത്തൂടെ കയറി പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അടിപൊളി. തീരാറായില്ല ഗൈസ്. ഇത് ഇനി കണ്ടോ ഗൈസ്? അടിപൊളിയല്ലേ? അവിടെ വരെ ഉണ്ട്, അങ്ങ് റോഡ് വരെ ഉണ്ട്. ചെറിയ ടെൻഷൻ വണ്ടി നമ്മള് തിരിയുന്നില്ലേ? വലിയ കടയിൽ ഇവിടെ അല്ലേ? അടിപൊളി സെറ്റ്. ഇത് നൂരാജസം മാർബിൾസിൽ ആ പുള്ളിക്കാരെ ഇട്ട് കൊടുത്തിരുന്നു അല്ലേ പറഞ്ഞത്? ഇപ്പം മേളയിട്ട് കടക്ക് മേള കേറിയത് എന്റെ അച്ഛൻ കേക്കൂല. അച്ഛാ ഞാൻ പറഞ്ഞ കേക്കോ? എത്ര ദൂരം ഇട്ടേക്കണം നോക്കണല്ലേ? എന്നാ ഇങ്ങോട്ട് കേറുന്ന എൻട്രി വരെ അല്ലേ? എന്നാ നമുക്ക് അല്ല നമുക്ക് എല്ലാവർക്കും മേലെ കേറി ഇവിടെ വന്ന് അവസാനിക്കും നമ്മളെ. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.